ഈ പ്രോജക്റ്റ് ഒന്ന് കാണണമെന്ന് വിചാരിച്ച് തന്നെ വന്നതാണ്. ഇത്ര ഭംഗി, ഇത്ര ഒരു ആത്മാർത്ഥമായിട്ടാണ് ഒരു ആൾക്കാർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നി. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇങ്ങനെ സംഭവം നടക്കുന്നതെന്ന്. കാരണം പല രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവിടുത്തെ ഇതുപോലെ തന്നെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സോഷ്യൽ ഫണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടൊക്കെ വേർതിട്ട് നിൽക്കുന്നതാണ് ഈ കൽപ്പറ്റയില്. അത് നമ്മുടെ സ്വന്തം നാട്ടില് ഇങ്ങനെ ഒരു കോളനി, അതായത് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി റെസിഡൻഷ്യൽ കോളനി, അതും ഏറ്റവും മികച്ച രീതിയിൽ. അത് ഇതിന്റെ വർക്ക് പകുതി പോലും ആയിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ വർക്ക് കഴിയുമ്പോഴാണ് ഇതൊരു സ്വർഗം ആയിട്ട് മാറുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് കാണും ഇങ്ങനൊരു പ്രോജക്റ്റ്. ഇത് നമുക്ക് എന്താ പറയുന്ന, അത് പ്രത്യേകിച്ച് പറയാൻ തന്നെ ഒരു വാക്കില്ല. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രത്തോളം ഒരു എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും നമുക്ക് ഇവിടെ വന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മള് ഇതൊന്ന് കാണാൻ വേണ്ടി കുടുംബത്തോടൊപ്പം ഈ വർക്ക് കാണാൻ വേണ്ടി വന്നതാണ്. സത്യത്തില് നമ്മൾ വിചാരിച്ചതിലും എത്രയോ വലിയൊരു വർക്കാണ്. ലോകത്തിൽ എനിക്ക് തോന്നുന്നു വികസിത രാഷ്ട്രങ്ങളിൽ പോലും ഇത്ര ഒരു വർക്ക്, ഇത്ര 100-400ഓളം വീടുകൾ, അതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൗൺഷിപ്പ് ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി, കറണ്ട് ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, മറ്റ് എല്ലാ സംവിധാനങ്ങളോടുകൂടി ജനങ്ങൾക്ക് വളരെ സമാധാനപരമായി എന്ത് തന്നെയായാലും ഒരു ഉരുൾപൊട്ടലിനെയും അതുപോലെ തന്നെ മറ്റ് ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കുന്ന രീതിയിലുള്ള വലിയൊരു നിർമ്മാണ പ്രവർത്തനം, അതിന്റെ എല്ലാവിധ ഫൗണ്ടേഷനോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിന് എന്തു തന്നെയായാലും എന്തൊക്കെ രാഷ്ട്രീയ വിരോധങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ പോലും ഇത് ഒരിക്കലും ഒരു എതിരാളികൾക്ക് പോലും എന്താ പറയാ ഒന്നും എതിർത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അംഗീകരിക്കേണ്ട ഒരു സംവിധാനമാണ്. ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ആളുകൾ വന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ പ്രദേശം മാറുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകുന്നത്.